നമ്മുടെ 12 ഇഞ്ചിൻ്റെ ടയോട്ടോൻ്റെ സബ് വൂഫറാണത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. ഇത് ചാമ്പ്യൻ സീരീസിലാണ് ഇറക്കിയിട്ടുള്ളത്. ചാമ്പ്യൻ സീരീസിൻ്റെ ആണ്. ഇത് അത്യാവശ്യം ബ്രാൻഡായിക്കൊണ്ടിരിക്കുന്നൊരു പ്രൊഡക്റ്റാണത്. ഇപ്പോൾ മറ്റുള്ള ബ്രാൻഡുകളിലനുസരിച്ച് നോക്കുമ്പോൾ വിലയിലൊരു 5000 രൂപയുടെ റേഞ്ചിൽ, മറ്റുള്ള ബ്രാൻഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15,000, 20,000, 12,000 രൂപയ്ക്കും നമ്മൾ ബ്രാൻഡുകൾ മേടിക്കുന്നതിനേക്കാളും വില കുറവിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് കിട്ടുന്ന നല്ലൊരു ബ്രാൻഡാണ് ടയോട്ട. അതും അത്യാവശ്യം കാണാനും നല്ല ഭംഗി, നല്ല ഹാർഡായിട്ടുള്ള ഫോമും അതിൻ്റെ ആ റബ്ബറിങ് ബീഡിങ്ങും അതിൻ്റെ ചുറ്റും ആ സ്റ്റിച്ചിങ്ങും ഒക്കെ കൊടുത്ത് അത്യാവശ്യം നല്ലൊരു ഗാംഭീര്യത്തോടു കൂടിയാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിന് ചുറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരുന്ന ആ ഫ്രെയിമിൻ്റെ മുകളിൽ നമ്മുടെ ആ ബോക്സുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഷിവറിംഗ് ഒന്നും ഇല്ലാതിരിക്കും, ഒരു റബ്ബറിങ്ങിൻ്റെ ഒരു ബീഡിങ്ങൊന്നും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഷിവറിംഗ് ഒന്നും നമുക്ക് അനുഭവപ്പെടില്ല. കൂടാതെ ഇതിൻ്റെ മാഗ്നറ്റ് സൈസ് എന്ന് പറഞ്ഞു വരുന്നത് ഇതൊരു 155 mm ആണ് മാഗ്നറ്റ് സൈസ് വരുന്നത്. ഡബിൾ മാഗ്നറ്റാണ്. ആ മാഗ്നറ്റിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു റബ്ബർ ബീഡിങ്ങൊക്കെ നമ്മൾ ഇതിൽ കണ്ടു. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ ഈ ഫ്രെയിം ഈ മെറ്റലും നല്ല പൗഡർ കോട്ട് ചെയ്തിട്ടാണ്, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് ബനാന ക്ലിപ്പ്, നല്ല ക്വാളിറ്റിയുള്ള ബനാന ക്ലിപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ സ്പൈഡർ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു സ്പൈഡറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 5 മടക്ക് വരുന്നുണ്ട് സ്പൈഡറിന്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും. പിന്നെ ഇതിൻ്റെ കോയിലിൻ്റെ ഭാഗത്ത് വരുമ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ച് ഹൈ ടെമ്പറേച്ചർ കോപ്പർ കോയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഈ കോപ്പർ കോയിലിൻ്റെ മാത്രമല്ല, ഇത് അത്യാവശ്യം നല്ലൊരു സൗണ്ടുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല നമ്മുടെ വലിയ ഫങ്ഷനൊക്കെയുള്ള ബോക്സിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഊഫറാണത്. ഊഫറാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനത്രയും ഗാംഭീര്യമാണ്. പിന്നെ കറക്റ്റ് ഇതിൻ്റെ ആ പവർ തന്നെ കിട്ടണം. 600 വാട്ട്സാണ് ഇതിൻ്റെ RMS പവർ വരുന്നത്. ആ പവർ തന്നെ ഇതിന് കിട്ടണം, എന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള പെർഫോമൻസ്. കൂടാതെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് കൂടുതൽ പെർഫോമൻസ് വേണമെങ്കിൽ ഇതിൻ്റെ ബോക്സ് പണി ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ബാക്കിലേക്കുള്ള ഡെപ്ത് 24, 26 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഡെപ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കിട്ടും. അതായിരിക്കും, അങ്ങനെയാണെങ്കിലാണ് ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കിട്ടുക മറ്റുള്ള ഇതിനൊക്കെ. അപ്പോൾ അത് നോക്കി നമ്മൾ ചെയ്യണം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ ഇതിൻ്റെ ബോക്സിൽ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഡീറ്റെയിലുകളാണ്. ഇതിൻ്റെ ഡീറ്റെയിലുകൾ ഇപ്പോൾ വോയിസ് കോയിലിന് കണ്ടില്ല, 2 ഇഞ്ച് ഹൈ ടെമ്പറേച്ചറാണ്. പിന്നെ ഇതിൻ്റെ MRP വരുന്നത് 8,000 സംതിങ് ആണ്. ഇതിൻ്റെ MRP 9,000 രൂപയാണ് ഇതിന് MRP കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഇതൊരു ലോഞ്ചിങ് പ്രൈസ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഒരു 5,000 രൂപയിലൊക്കെ ആയിട്ട് ഇത് കൊടുക്കുന്നത്. ഇനിയും ഇതിന് വില കൂടാൻ സാധ്യതയുണ്ട്. പുതിയ റേറ്റ് വരുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വരും. ഈ സാധനത്തിന് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള റേറ്റാണത്, അതായത് ലോഞ്ചിങ് റേറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത്. ഇതിപ്പോൾ നമ്മളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല പെർഫോമൻസാണ്. നമ്മളീ പറഞ്ഞ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ നല്ല പെർഫോമൻസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. പിന്നെ ഇത് മാർക്കറ്റിൽ ചീപ്പായിട്ട് കിട്ടുമെന്ന് പറയുന്ന കുറച്ച് വീഡിയോകളൊക്കെ കണ്ടു. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. അല്ലെങ്കിൽ പാക്കിംഗ് ഡാമേജ് വരുന്നതും റീവൈൻഡ് ചെയ്ത കോയിലുകളൊക്കെ ആയിട്ട് ഇതിൻ്റെ കഴിഞ്ഞാൽ സെക്കൻഡ്സ് പോലുള്ള സാധനങ്ങൾ, അതായത് ഇത് കംപ്ലൈൻറ്റ് വന്നിട്ട് അത് വീണ്ടും റീ ആയിട്ട് ഇറക്കുന്ന സാധനങ്ങൾക്ക് എനിക്ക് ആ റേറ്റ് എങ്ങനെ വിചാരിക്കുന്നു. അല്ലാതെ ഈ 5,000-ന് താഴെയായിട്ട് ഇത് കിട്ടുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും, അത് ഓരോരുത്തർ ഇത് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും നമ്മൾക്കിപ്പോൾ ഇത് കണ്ടിടത്തോളം ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. ഇതെന്തായാലും അതിനും താഴേക്ക് കൊടുക്കാൻ പറ്റില്ല. ബ്രാൻഡിനോട് കിടപിടിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ടയോട്ടോൻ്റെ ഈ 12 ഇഞ്ച് ഡബിൾ മാഗ്നറ്റ് ചലഞ്ചർ സീരീസിലുള്ള ഈ 12 ഇഞ്ച് ഊഫർ.